വിഷാദം. യേശുവിൽ നീ ആശ്രയിക്കൂ, ആശ്വസിക്കൂ നിതാന്തം. തൻ കൃപകൾ ശക്തി തരും, എന്തിനീ വിഷാദം. ഗഗനമധു ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്നതുപോലെ, ഗഗനമധു ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്നതുപോലെ, തന്റെയോ വലുതല്ലോ എന്തിനു ഭീതിയിൽ മനമേ. തന്റെയോ വലുതല്ലോ എന്തിനു ഭീതിയിൽ മനമേ, എന്തിനു ഭീതിയിൽ മനമേ. യേശുവിൽ നീ ആശ്രയിക്കൂ, ആശ്വസിക്കൂ നിതാന്തം. തൻ കൃപകൾ ശക്തി തരും, എന്തിനീ വിഷാദം. യേശുവിൽ നീ ആശ്രയിക്കൂ, ആശ്വസിക്കൂ നിതാന്തം. തൻ കൃപകൾ ശക്തി തരും, എന്തിനീ വിഷാദം. വലിയവനായ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ ഊറ്റിത്തന്നു. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? മാനവരാശിയുടെ പാപം മുഴുവനും കഴുകിക്കളയുവാൻ വേണ്ടി, മാനവരാശിയുടെ പാപത്തിൻ്റെ ശാപം മുഴുവനും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കേണ്ടതിന് വേണ്ടി വലിയവനായ ദൈവം തൻ്റെ പുത്രനിലൂടെ ചെയ്ത പദ്ധതിയായിരുന്നു കാൽവരി ക്രൂശിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണം. ആ കർത്താവ് നമുക്ക് വലിയൊരു വില തന്നാണ് നമ്മെ വീണ്ടെടുത്തത്. എന്നാൽ ആ കർത്താവ് നമുക്കാരായിരിക്കുന്നു? വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിലും പറയാനായിട്ട് സാധിക്കും, അവനാണ് എൻ്റെ സമ്പത്ത്, എനിക്കുള്ള സകലവും അവനാണ്, അവനല്ലാതെ എനിക്കൊന്നുമില്ല, എനിക്കുള്ളതെല്ലാം അവന് വേണ്ടി സമർപ്പിച്ച് ഞാൻ ജീവിക്കും. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ എനിക്കൊന്നും പറയുവാനായിട്ടില്ല. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ സമ്പത്ത് മുഴുവനും അവനാണ്. എനിക്ക് വേണ്ടി ഉയരത്തിൽ പക്ഷപാതം ചെയ്തുകൊണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് അവനാണ്. എന്നെ സ്നേഹിക്കുന്നവൻ, എന്നെ വഴി നടത്തുന്ന ആ നല്ല കർത്താവ് അവനാണ്. ഈ ആശയം വരുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ. Praise the Lord, praise the Lord, praise the Lord, praise the Lord.
എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനെന്റെ ക്രൂശിൽ മരിച്ചീശനെന്റെ പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാൻ എപ്പുരച്ചിട്ടാമയായി തീർത്താശമരുകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. നല്ലദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നുപോകാതെ. നല്ലദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നുപോകാതെ. നന്ദിയോടെ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിയാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.
എന്റെ രാജാവെഴുന്നള്ളുന്നു തന്റെ മുൻപാകെ ശോഭയേറുരാജ്ഞിയായി. എന്റെ രാജാവെഴുന്നള്ളുന്നു തന്റെ മുൻപാകെ ശോഭയേറുരാജ്ഞിയായി. മാർവിരത്തിനെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും മഹാഭാഗ്യ ദൈവമേ ഒരുക്കി എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പ്രകാരം വായിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ആ കാൽവരി ക്രൂശിന്മേൽ കാണുന്നത് ആ വലിയവനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രദർശനത്തിൻ്റെ ഫലമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം. 3 ആണികളിന്മേൽ തൂങ്ങപ്പെട്ട് മുൾമുടികളാൽ ആഞ്ഞടിക്കപ്പെട്ട് നിണമണിഞ്ഞ കർത്താവിനെ നാം കാണുമ്പോൾ നമുക്കെന്താണ് ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ പകരം കൊടുക്കുവാനായിട്ടുള്ളത്? നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, നമ്മെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, ആ സ്നേഹം മറ്റുള്ളവരോട് വിവരിക്കുക. ആ വാർത്തയാണ് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് മറ്റുള്ളവരോട് അറിയിക്കുവാനായിട്ടുള്ളത്. ഈ ആശയം വരുന്നൊരു ഗാനം നമുക്ക് കേൾക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ എന്ന ഗാനം പ്രിയ സഹോദരൻ സുബിൻ ആലപിക്കുന്നു. Praise the Lord. Praise the Lord. പകരം എന്തു നൽകും ഞാൻ
ജ്ഞാനത്തിൻ പൂർണ്ണതയിൽ സൃഷ്ടിയിൽ കണ്ടു ഞാൻ നിൻ കരവിരുത് അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയിൽ പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ ആടിപ്പീടരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ ആടിപ്പീടരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനാ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനാ മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും നിന്നിമ്പവചനത്തെ മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും നിന്നിമ്പവചനത്തെ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനാ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ നമ്മുടെ വലിയവനായ കർത്താവ് അപ്പോസ്തലനായ പൗലോസിനോട് ഇപ്രകാരം അരുളി ചെയ്തു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു.
പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം നാം ഓരോരുത്തരും ജീവിതയാത്രയിലാണ്. ജീവിതമാകുന്ന പടക് എന്ന യാത്രയിലാണ് നാം ഓരോരുത്തരും. നാം സഞ്ചരിക്കുന്ന വേളയിൽ അലകളും കാറ്റും കോളും ഒക്കെയും ഉയർന്നാലും അതൊക്കെയും പരിഹരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ കർത്താവാണ് നമ്മുടെ പടകിലുള്ളത്. നമ്മുടെ പടകിൻ്റെ നിയന്ത്രണം ആ കർത്താവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ അലകളെയും കാറ്റിനെയും ഒക്കെയും നിയന്ത്രിക്കുവാൻ തക്കതായി ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ കയ്യിൽ നാം സർവ്വം സമർപ്പിക്കുകയാണെങ്കിൽ, ആ കർത്താവിന് നമ്മുടെ ജീവിതം മുഴുവനുമായിട്ട് നാം സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും സന്തോഷമുള്ളതും സമാധാനമുള്ളതും ആയിരിക്കും. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ഈ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നില്ല എങ്കിൽ ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് നിന്ന് കടന്നു വന്നാൽ നിങ്ങളുടെ ഭാരങ്ങൾ മുഴുവൻ ഈ കർത്താവിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെയും പരിഹരിക്കുവാൻ കഴിവുള്ള നല്ലൊരു കർത്താവാണ് ഈ കർത്താവ്. ഈ ആശയം വരുന്നൊരു ഗാനം നമുക്ക് കേൾക്കാം. ശ്രീ യേശുനാഥ സ്വർഗീയ രാജ. Praise the Lord, 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 praise the Lord. ശ്രീയേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ശ്രീയേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ലോകവാരിധിയിൽ ഉയരും ഗുണനകൾ, നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ജീവന്റെ തോണി കുടുങ്ങും ഗുണനയിൽ, നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ശ്രീയേശുനാഥ സ്വർഗീയ രാജ, നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ലോകവാരിധിയിൽ ഉയരും ഗുണനങ്ങൾ, നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ജീവന്റെ തോണി കുടുങ്ങും ഗുണനയിൽ, നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ചെറുവഞ്ചിക്കാരെ വരു ക്രിസ്തഞ്ചാരത്ത്, തകരുന്ന ജീവനിൽ തരുമവൻ വിടുതൽ. ചെറുവഞ്ചിക്കാരെ വരു ക്രിസ്തഞ്ചാരത്ത്, തകരുന്ന ജീവനിൽ തരുമവൻ വിടുതൽ. യേശുദാൻ രാജ, അവനുള്ള ജീവനിൽ അനന്തമാം സന്തോഷം അത് തുല്യമില്ല. യേശുദാൻ രാജ, അവനുള്ള ജീവനിൽ അനന്തമാം സന്തോഷം
ശ്രീയേശുനാഥ സ്വർഗീയ രാജാ നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ശ്രീയേശുനാഥ സ്വർഗീയ രാജാ നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ലോകവാരിധി ഉയരും അലകൾ നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ജീവന്റെ തോണി കൊടുക്കുമ്പോൾ അലയിൽ നിൻ കൃപ ഞങ്ങൾക്കു അലറുന്ന ആഴി ഉലയുന്ന തോണി പിടിക്കുന്നു അഖിലാണ്ടനാഥൻ. അലറുന്ന ആഴി ഉലയുന്ന തോണി പിടിക്കുന്നു അഖിലാണ്ടനാഥൻ. കടലിനെ സൃഷ്ടിച്ചോ തോണിയെ ലയിക്കുമ്പോൾ അലറുന്ന കടലിൽ കടലിനെ സൃഷ്ടിച്ചോ ചോണിയെ നയിക്കുമ്പോൾ അലറുന്ന കടലിൽ ശ്രീയേശുനാഥ സ്വർഗീയ രാജാ നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ശ്രീയേശുനാഥ സ്വർഗീയ രാജാ നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ലോകവാരിധി ഉയരുമ്പോൾ അലകൾ നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ജീവന്റെ തോണി കൊടുക്കുമ്പോൾ അലയിൽ നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ലോകവാരിധി ഉയരുമ്പോൾ അലകൾ നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. ജീവന്റെ തോണി കൊടുക്കുമ്പോൾ അലയിൽ നിൻ കൃപ ഞങ്ങൾക്കു മതിയായി. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ജീവന്റെ വെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു. വലിയവനായ ദൈവം മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. സകല മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ജീവ വെളിച്ചമായി കർത്താവ് ഈ ഭൂമിയിൽ വന്നു. പലരും ഈ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ ചോദിക്കുന്നത്, ഈ കർത്താവിനെ നിങ്ങൾ പല നിലയിൽ അറിഞ്ഞിട്ടുണ്ടാകാം, പല വിധത്തിൽ നിങ്ങൾ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ കർത്താവ് വാസ്തവമായി നിങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടോ നിങ്ങളുടെ നേർച്ചകൾ കൊണ്ടോ നിങ്ങളുടെ കേൾവി കൊണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ പോകുകയില്ല. ഈ കർത്താവ് വാസ്തവമായി നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചാൽ മാത്രമേ നിത്യമായ ജീവൻ നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുകയുള്ളൂ. കർത്താവ് തന്നെ പറയുകയുണ്ടായല്ലോ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അവൻ സകല മാനവജാതിക്കും രക്ഷയൊരുക്കുവാനായിട്ടാണ് ബേത്ലഹേമിൽ ഏറ്റവും എളിയവനായി ദരിദ്രനായി വന്നു പിറന്നത്. അവൻ തൻ്റെ സകല സുഖവും വെടിഞ്ഞ് സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞത് മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ടായിരുന്നു. ഈ അർത്ഥം വരുന്നൊരു ഗാനം നമുക്ക് കേൾക്കാം. മഹാകവി കെ വി സമൻ സാറിൻ്റെ മനോഹരമായൊരു ഗാനം ബേത്ലഹേം പട്ടണത്തിൽ ജാതന എന്ന ഗാനം നമുക്ക് കേൾക്കാം.
യെശയ്യാപ്രവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യരല്ല എന്ന് തോന്നുമാറും അവൻ വിരൂപമാക്കപ്പെട്ടു. സർവത്തിൻ്റെയും ഉടയവനായവൻ, സർവത്തിൻ്റെയും അധികാരിയായവൻ എന്തിനാണ് ഇങ്ങനെ ഒരു മരണം വരിച്ചത്? മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ ചിന്തകൾക്കും ഒക്കെയും അപ്രായമാണ് ഈ കർത്താവിൻ്റെ മരണം. വലിയവനായ ദൈവം ഒരുക്കിയ രക്ഷ ഒരിക്കലും മനുഷ്യന് വർണ്ണിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യൻ ഓർക്കുമ്പോൾ അത് ആശ്ചര്യമാണ്. ഒരിക്കലും അവൻ്റെ നാവിന് അത് വർണ്ണിച്ചു തീർപ്പാൻ സാധിക്കുകയില്ല. അവൻ്റെ ബുദ്ധിക്ക് എത്രയോ അപ്രമേയമാണ് ആ കർത്താവിൻ്റെ സ്നേഹം. ആ കർത്താവിൻ്റെ രക്ഷാ പദ്ധതി എത്രയോ അപ്രമേയമാണ്. ഇതിനൊക്കെയും പകരമായി നമുക്ക് എന്താണ് ചെയ്യുവാനായിട്ടുള്ളത്? പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അവനെ മാത്രം നാം ജീവകാലം എല്ലാം സേവിക്കും. ഈ ആശയം വരുന്നൊരു ഗാനം നമുക്ക് കേൾക്കാം. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 ചിന്തിയല്ലോ സ്വന്ത രക്തമേരിക്കാം, ചിന്തിയല്ലോ സ്വന്ത രക്തമേരിക്കാം. ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കാം, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കാം. സ്വന്തമായ എല്ലാറ്റെയും വേടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റെയും വേടിഞ്ഞു. ബന്ധമില്ലാത്ത ബന്ധമില്ലാത്ത ഓർത്തു വീണ്ടെടുത്തു
എന്നെയും വീണ്ടെടുത്തു എന്നെയും ആശ്ചര്യമേ വർണ്ണിച്ചിടാം ആശ്ചര്യമേ വർണ്ണിച്ചിടാം കൃപയേ 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 ദൂരം തീരുമായി ദ്രോഹിയാമെന്റെ ദൂരം തീരുമായി ദ്രോഹിയാമെന്റെ ചാരത്തണച്ചിടുവാനേറ്റു കഷ്ടം ചാരത്തണച്ചിടുവാനേറ്റു കഷ്ടം കാരുണ്യനായകൻ കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാട്ടിയതാ അൻപിതോ 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 കാട്ടിയതാ അൻപിതോ 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 ആശ്ചര്യമേ ആശ്ചര്യമേ വർണ്ണിച്ചിടാം കൃപയേ 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 കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലെ കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലെ ചേർത്തടിച്ചു പരനെ മരകുരിശിൽ ചേർത്തടിച്ചു പരനെ മരകുരിശിൽ തൂങ്ങിക്കിടക്കുന്നു ഒരുവൻ തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ ആയിരിക്ക മരിച്ചു 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 ആയിരിക്കായി മരിച്ചു 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 ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിടാം
ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. എന്തു ഞാനേകിടും നിന്നോടെ ചേർക്കാം. എന്തു ഞാനേകിടും നിന്നോടെ ചേർക്കാം. ചിന്തിക്കുകയിൽ വെറും ഏഴയാണല്ലോ. ചിന്തിക്കുകയിൽ വെറും ഏഴയാണല്ലോ. ഒന്നുമെനിക്കിനി നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. ആശ്ചര്യമേ വർണ്ണിച്ചിടാം. ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സ്വന്തം രക്തമേരിക്കാം. ചിന്തിയല്ലോ സ്വന്തം രക്തമേരിക്കാം. ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിടാം. ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സമയം നമ്മുടെ പ്രിയപ്പെട്ടവർ മനോഹരങ്ങളായ പാട്ട് പാടി നമ്മുടെ ഹൃദയത്തെ കുളിർമയിലേക്ക് കൊണ്ടുവന്നതാണല്ലോ. ഈ പാട്ട് തുടർന്നും കേൾക്കണമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരുടെയും മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് നമുക്കത് സാധ്യമല്ലല്ലോ. ദൈവം അനുവദിച്ചാൽ നാളെയും നേരത്തെ 6:30 കടന്നു വരുന്നുവെങ്കിൽ പാട്ടുകൾ, മനോഹരമായ പാട്ടുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നമുക്ക് ഇനിയും കേൾക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകളെ അടിച്ച ഗീതം ഗീതം എന്നുള്ള പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. അതിനു മുമ്പായിട്ട് ഈ പേര് വിളിക്കുന്ന കർത്തൃദാസന്മാർ സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് ദയവായി അപേക്ഷിക്കുകയാണ്. ഇന്ന് ദൈവവചനം പ്രസ്താവിപ്പാൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന സുവിശേഷകൻ PG ജെയിംസ് അവറുകൾ, അതിനുശേഷം നമ്മുടെ സുവിശേഷകൻ C മത്തായി കുട്ടിച്ചാൻ, ഏവോ തോമസ് സാറ്, വിജയൻ സഹോദരൻ, ചെറിയാച്ചൻ, സുവിശേഷൻ ചെറിയാച്ചൻ, ജയ്മോൻ പാസ്റ്റർ, ഇത്രയും പ്രിയപ്പെട്ടവർ സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് ദയവായി അപേക്ഷിക്കുകയാണ്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗീതം ഗീതം എന്നുള്ള പാട്ട് കൈകളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ വീണ്ടും സ്തുതിക്കാം. പേര് ഞാൻ ഒന്നുകൂടെ വായിക്കാം. PG ജെയിംസ് അവറുകൾ, സുവിശേഷൻ C മത്തായി, ഏവോ തോമസ് സാറ്, വിജയൻ സഹോദരൻ, സുവിശേഷൻ ചെറിയാച്ചൻ, ജയ്മോൻ പാസ്റ്റർ, ഇത്രയും പ്രിയപ്പെട്ടവർ സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് ദയവായി ഓർമ്മിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്
പാട്ട് പാടി കർത്താവിനെ, വലിയവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. വലിയവനായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത് നമ്മുടെ സുവിശേഷ യോഗത്തിൻ്റെ ആദ്യത്തെ ദിനം തന്നെ ഇത്രയും പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. പുറത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയും ഒന്നിച്ച് പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അവൻ്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുരാജ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നമുക്കായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നമുക്കായി. ദൈവകോപത്തിൽ വന്നെറിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വന്നെറിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഉലകമഹാത്മാവിനൊരു ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാത്മാവിനൊരു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുള്ളവരേശു മഹേശ്വരനാം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുള്ളവരേശു മഹേശ്വരനാം ഉയരത്തിൽ വാണിടുന്നു. കലുഷതയകറ്റി കണ്ണുനീർ തുടച്ചു ഉത്സുതരായിരിക്കും. കലുഷതയകറ്റി കണ്ണുനീർ തുടച്ചു ഉത്സുതരായിരിക്കും. നമ്മളാത്മനാഥൻ ജീവിക്കവേ അലസത ചെയ്യാമോ. നമ്മളാത്മനാഥൻ ജീവിക്കവേ അലസത ചെയ്യാമോ. വാതിലുകളെ തലകളെ ഉയർത്തി വരും ദൈവജയരാജൻ. വാതിലുകളെ തലകളെ ഉയർത്തി വരും ദൈവജയരാജൻ. നിങ്ങൾ ഉയർന്നിരിക്കും കഥകുകളെ യേശുവിനെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിക്കും കഥകുകളെ യേശുവിനെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ദൈവനാമത്തിന് നന്ദിയോടെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലാവസ്ഥയും സാഹചര്യങ്ങളും വലിയവനായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നാം ചില നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ സുവിശേഷ യോഗത്തിൻ്റെ ആദ്യ രാത്രിയിൽ ഇത്രയും പ്രിയപ്പെട്ടവരെ വലിയവനായ കർത്താവ് കൂട്ടിവരുത്തി ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. മനോഹരമായ പാട്ടുകൾ കേൾക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. തുടർന്ന് 2 കർത്തദാസന്മാർ ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. അതിനുശേഷം കർത്താവിൻ്റെ വിലയേറിയ ദാസൻ വചനത്തിൽ നമ്മോട് സംസാരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് പാസ്റ്റർ ജയ്മോൻ അവരുകളെയും രണ്ടാമതായിട്ട് പ്രിയ
സുവിശേഷൻ വിജയൻ സഹോദരനെയും ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവിൻ്റെ ദാസൻ വചനം നമ്മോട് സംസാരിക്കും. അതിനു മുമ്പായി നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റും നിങ്ങൾ കേൾക്കുവാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ചപ്പെട്ട സ്വർഗപിതാവേ, മനോഹരമായ രാത്രികാലം ഈ പന്തലിൻ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ഈ പന്തലിൻ കീഴിൽ ഞങ്ങൾ കടന്നു നിന്ന് ജീവനുള്ള ദൈവത്തിൻ്റെതായ വചനങ്ങളെ ഇന്ന് കേൾപ്പാൻ രാത്രികാലം നീ ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. മനോഹരമായ പാനങ്ങൾ കേൾക്കുവാനും സഹോദരങ്ങൾക്ക് പാടുവാനും നീ അവരെ ഒരുക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം ദേശത്ത് ക്രിസ്തു ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം ഘോഷിക്കുവാൻ ഈ സഭയ്ക്ക് ദൈവം കൊടുത്ത നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ദാഹത്തോടും വിശപ്പോടും വചനത്തുള്ളതായ വിശപ്പോട് നിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇന്ന് കടന്നു വന്ന ദൈവദാസനിലൂടെ കേൾക്കുന്ന വചനം അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവേ ദൈവമേ, ജീവിതത്തിന് അത് മുതൽക്കൂട്ടായി മാറുവാൻ ഇന്ന് രാത്രികാലം നീ ഒരുക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവദാസനായി സ്തോത്രം. ക്രൂശിൻ്റെ മറവിൽ നിന്ന് കർത്താവേ ഹല്ലേലൂയ നിൻ്റെ വചനം ഘോഷിപ്പാൻ ഇന്ന് രാത്രികാലം ദാസനെ നീ ബലപ്പെടുത്തണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാഹത്തോടെ നിൻ്റെ സന്നിധി ഞങ്ങളായിരിക്കട്ടെ കർത്താവേ, വിശപ്പോടെ നിൻ്റെ സന്നിധിയിലായിരിക്കട്ടെ. ഈ ദേശത്ത് ഘോഷിക്കുന്ന ദൈവത്തിൻ്റെ വചനം അനേകർ കേൾക്കുവാൻ മാനസാന്തരപ്പെടുവാൻ ഇന്ന് രാത്രികാലം നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കർത്താവെ താഴ്മയോടെ നിൻ്റെ സന്നിധിയിലിരിക്കട്ടെ, കൃപയിൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതും പ്രകാരം ഞങ്ങളുടെ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധാനത്തിൽ ഈ നിലയിൽ ചേർന്ന് വരുവാൻ ഇടയാക്കിയ ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ച കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. പാപികളായി ദോഷികളായി പാപപാശങ്ങളാൽ കെട്ടപ്പെട്ട് ആരാലും വിടുവിപ്പാൻ കഴിയാതെ വണ്ണം ഞങ്ങൾ അത്ര ബന്ധനത്തിൽ കിടന്നവരായിരുന്നു, അന്ധകാരത്തിലായിരുന്നു കർത്താവെ. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലായിരുന്നു. ഞങ്ങൾ അവിടെ കിടന്ന് അയ്യം വിളിച്ചു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ തേടി വന്നു. ആ പാപക്കുഴിയിൽ നിന്ന് ഞങ്ങളെ കോരിയെടുത്തു. ഞങ്ങളുടെ പാപങ്ങൾ ശാപങ്ങളൊക്കെ ക്രൂശിൽ ചുമന്നൊഴിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്ന് ഞങ്ങളെ രക്ഷിച്ച ആ ദൈവസ്നേഹത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവെ. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിപ്പാൻ നിൻ്റെ മക്കൾക്ക് ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം. അവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിലായിരിക്കാൻ തക്കവണ്ണം പോവുകയാണ് കർത്താവെ. കൂടിരിക്കണമേ, സഹായിക്കണമേ. നിൻ്റെ ദാസനെ വചനവുമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്നതോർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, പാപിക്ക് പാപമോചനവും നിത്യജീവനും നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ സന്ദേശം ഇന്ന് രാത്രിയിൽ പ്രഘോഷിക്കുമ്പോൾ ഈ പ്രദേശത്തെ ചില പ്രിയപ്പെട്ടവർ വാസ്തവമായി അവരുടെ വീണ്ടും ജനനത്തിൻ്റെ ദിവസമായി തീരുവാൻ, അവരുടെ പേര് സ്വർഗത്തിൽ എഴുതുന്ന ദിവസമായി തീരുവാൻ ദൈവം ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദാസന് വേണ്ടുന്ന കൃപ ബലം നൽകണം. ആത്മനിറവിൽ വലിയവനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ സന്ദേശം അറിയിപ്പാൻ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പന്തലും പരിസരമൊക്കെ അവിടുത്തെ ദൂതന്മാരാൽ കാവൽ ചെയ്ത് ഈ രാത്രി ഏറ്റവും അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ രാത്രിയാക്കി തീർക്കണമേ കർത്താവേ. സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും എല്ലാം ഞങ്ങൾ ആ വന്ധ്യമായ പാദത്തിൽ അർപ്പിക്കുകയാണ്. ഞങ്ങൾക്കായി ജീവൻ വെച്ച ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ സ്തോത്രം. നാളത്തെ യോഗവിവരം കൂടെ ഒന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാളെ കൃത്യം 6:30 തന്നെ പ്രാർത്ഥിച്ച് പാട്ട് ആരംഭിക്കും. പാട്ട് പാടുന്നതിന് വേണ്ടി നമ്മുടെ സഹോദരന്മാരൊക്കെയും നമ്മുടെ സഹോദരിമാരൊക്കെയും നമ്മുടെ മധ്യത്തിലുണ്ട്. മനോഹരങ്ങളായ പാട്ടുകൾ കേട്ട് സന്തോഷിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാകും. അത് പ്രത്യേകം ആ സമയത്ത് തന്നെ കടന്നു വരുന്നവർക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരും എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് വചനം സംസാരിക്കുന്ന കർത്തദാസിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ല. കാര്യം മുൻകാലങ്ങളിൽ പല പ്രാവശ്യം ഈ പ്രദേശത്ത് കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല
കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും, അതുമാത്രമല്ല വിദേശ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വേല വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേലയിലായിരിക്കുന്ന കർത്തദാസൻ പി ജി ജെയിംസ് അവറുകളാണ്. തണ്ണിത്തോട് ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയപ്പെട്ടവൻ ഇപ്പോൾ വചനത്തിൽ സംസാരിക്കും. നാം പ്രാർത്ഥനയോടെ ഇരിക്കുന്ന കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ വിലയേറിയ ദാസനെ വചനഘോഷണത്തിന് വേണ്ടി വിശേഷാൽ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ ഈ വർഷം ക്രമീകരിക്കപ്പെട്ട ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ ദിവസമായ ഇന്ന് രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്തൃദാസന്മാർക്കും മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിച്ചുകൊള്ളുന്നു. ഈ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർച്ചയായി ഈ ദേശത്ത് നാം അറിഞ്ഞ വിലയേറിയ സത്യം പ്രഘോഷിക്കുവാൻ ദൈവജനം, ദൈവസഭ അതിന് കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എളിവനായ എനിക്കും ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാനും ദൈവത്തിൻ്റെ വിലയേറിയ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനും ലഭ്യമായ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്ഥലം സഭയോട്, വിശേഷാൽ ബഹുമാനപ്പെട്ട ചുമതലക്കാരായ ദൈവദാസന്മാരോട് എൻ്റെ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ദൈവസ്നേഹത്തിൻ്റെയും ദൈവകരുണയുടെയും ആ വലിയ ആശയം നമ്മിൽ ജനിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ നിർമ്മലമായ ചില സുവിശേഷ സത്യങ്ങൾ ഈ ദേശത്തോട് പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ഇതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥനയോടെ കടന്നു വരികയും ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് ചേർന്ന് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഞാൻ പങ്കുവെക്കുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുകയാണ്. നമുക്കേവർക്കും വളരെ പരിചിതമായ 2 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന് 18-ഉം 19-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നാം ഈ വായിച്ചു കേട്ട വേദഭാഗം ദൈവം നമുക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 2-ാം മിഷണറി യാത്രയിലാണ് ഫിലിപ്പിയയിലേക്ക് വന്നത്. അവർ ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി ഫിലിപ്പിയയിലേക്ക് വന്നു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ചരിത്ര സംഭവമാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പിതാവായ ഫിലിപ്പ് 2-മനാണ് BC 356 ഈ പട്ടണം പണിതത്. അതുകൊണ്ടാണ് തൻ്റേതായ ഒരു പേര്, ഫിലിപ്പിയ എന്ന പേര് ഈ പട്ടണത്തിന് കൊടുത്തത്. എന്നാൽ BC 168 റോമാക്കാർ ഈ പട്ടണം പിടിച്ചെടുത്തു. തുടർന്ന് ഈ പട്ടണം ഒരു റോമൻ പ്രവിശ്യയായി തീർന്നു. പൗലോസും തൻ്റെ സഹപ്രവർത്തകരും ഇവിടേക്ക് സുവിശേഷ സന്ദേശവുമായി വരുമ്പോൾ ഇതൊരു റോമൻ പ്രവിശ്യയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പൗലോസ് അവരോട് പറയുന്ന അതിപ്രാധാന്യമേറിയ ഒരാശയമാണ് നാം ഇവിടെ കണ്ടത്. താൻ വളരെ വികാരഭരിതനായി ചില കാര്യങ്ങൾ ദൈവജനത്തോട് പറയുകയാണ്. ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു എന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. തൻ്റെ ഹൃദയം വളരെ വേദനിക്കുന്നുണ്ട്. തൻ്റെ ഹൃദയം പൊട്ടി ആ അനുഭവത്തിലാണ് താനിവിടെ ഈ വാക്കുകൾ പറയുന്നത്.
നശിച്ചു പോകുന്ന ആത്മാക്കൾ, നിത്യനരകത്തിലേക്ക് പോകുന്ന ആത്മാക്കൾ. അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് ഈ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ കാര്യം ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു. എന്താണ് പൗലോസ് അവരോട് പറയുന്നത്? അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നുള്ളതാണ്. അനേക ആളുകൾ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കും. ആ കാര്യം ധന്യനായ പൗലോസ് അപ്പോസ്തലന് സഹിക്കാൻ പറ്റുന്നില്ല. തൻ്റെ ഹൃദയം വേദനിക്കുന്ന അത്യധികമായ ഒരു വിഷയമായി അത് താൻ പറയുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ക്രിസ്തുവിൻ്റെ ക്രൂശിന് വിരോധിയായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു തർസോസുകാരനായി ശൗൽ എന്ന ഈ വ്യക്തി. യവന സംസ്കാരത്തിൻ്റെ ഊടും പാവും മനസ്സിലാക്കി ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കി ക്രൈസ്തവ സഭയെ നശിപ്പിക്കുവാനായി വളരെയധികം ധീരമായി പരിശ്രമിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. എന്നാൽ നാം അറിയുന്നത് പോലെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവസ്നേഹത്താൽ അദ്ദേഹം പിടിക്കപ്പെട്ടവനായി തീർന്നു. അന്നു മുതൽ ആ ക്രൂശിന് ശത്രുവായി താൻ എത്രമാത്രം നടന്നുവോ അതിൻ്റെ അനേകം മടങ്ങ് ഈ ക്രൂശിൻ്റെ സ്നേഹിതനായി ജീവിക്കുവാൻ, ഈ ക്രൂശിൻ്റെ പ്രചാരകനായി തീരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആ വ്യക്തിയാണ് ഇവിടെ പറയുന്നത്, ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അനേക ആളുകൾ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. സ്റ്റാവുറോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കുരിശ് അഥവാ ക്രൂശ് എന്ന വാക്ക് ഉളവായത്. ക്രൂശീകരണം എന്ന കിരാതമായ സംഭവം, ആ പ്രവൃത്തി സെബറാമിസാണ് ആരംഭിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. തുടർന്ന് ഫൊയ്നീക്കിക്കാരും കാർത്തേജുകാരും ആ രീതി അവലംബിച്ചു. തുടർന്നാണ് ലോക സാമ്രാജ്യങ്ങളിൽ അത്യുന്നത സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യം ഈ കിരാത മരണം അവലംബിച്ചത്. ക്രൂശിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ 1000 മരണത്തിൽ തത്തുല്യമായ മരണമാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ BC 315 കുസ്തന്തീനോസ് ചക്രവർത്തി നിയമപരമായി ഈ ക്രൂശ് മരണം നിർത്തൽ ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നാം അറിയുന്നത് പോലെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ 5 നിലകളിലുള്ള കുരിശുകളായിരുന്നു അക്കാലങ്ങളിലുണ്ടായിരുന്നത്. ഒന്നാമത്തെ കുരിശെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ട കുരിശ് പോലെ ആ ഷേപ്പിലുള്ള കുരിശ്. മറ്റൊരു ക്രൂശ് വെറും ഒറ്റത്തടി മാത്രമുള്ള ഒരു കുരിശാണ്. മൂന്നാമത്തെ കുരിശ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ T എന്ന അക്ഷരത്തോട് സാമ്യമുള്ള ഒരു കുരിശാണ്. നാലാമത്തെ കുരിശ് കണക്കിൽ അധിക ചിഹ്നം നാം മനസ്സിലാക്കുന്നു, ആ അധിക ചിഹ്നത്തിന് അതുപോലെയുള്ള ഒരു കുരിശാണ്. അഞ്ചാമത്തെ കുരിശ് കണക്കിലെ ഗുണനചിഹ്നം പോലെയുള്ള ഒരു കുരിശാണ്. അങ്ങനെ 5 നിലകളിലുള്ള 5 രീതിയിലുള്ള കുരിശുകളായിരുന്നു അക്കാലത്ത് പ്രബലമായി നിലവിലിരുന്നത്. ഞാൻ വിശദീകരണങ്ങൾ കൂടാതെ വിഷയത്തിലേക്ക് കടക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അനേകർ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. ആ വസ്തുത അദ്ദേഹം കരഞ്ഞും കൊണ്ട് പറയുകയാണ്. ക്രൂശിന് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് കുരിശിനെ സ്നേഹിക്കുകയോ കുരിശിനെ വണങ്ങുകയോ കുരിശിനെ നമിക്കുകയോ ചെയ്യുക എന്നുള്ളത് കുരിശിൻ്റെ സ്നേഹിതരായി തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്താഭിഷിക്തമായ മരക്കുരിശിൻ്റെ ചുവട്ടിലേക്ക് വിശ്വാസത്തോട് കടന്നു വന്ന ആ ക്രൂശിതനായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന അനുഭവം അഥവാ രക്ഷിക്കപ്പെടുന്ന ഒരനുഭവം, അങ്ങനെ ജീവിതത്തിൽ ഒരവസ്ഥയിലേക്ക് വന്നിട്ടില്ലാത്ത സകല ആളുകളും ക്രൂശിൻ്റെ ശത്രുക്കളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ക്രൂശിനെ സ്നേഹിക്കാതിരിക്കുകയോ ക്രൂശിനെ അപമാനിക്കുകയോ അല്ലെങ്കിൽ ക്രൂശിനെ എന്തെങ്കിലും നിലയിൽ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് ക്രൂശിതനായ കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിലൊഴികെ ചുടുചോരയാൽ പാപങ്ങളുടെ പരിഹാരം പ്രാപിച്ച് ദൈവമക്കളാകാതിരിക്കുക, അവരാണ് ക്രൂശിന് ശത്രുക്കളെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സകല ആളുകളും ഒന്നുകിൽ ക്രൂശിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ക്രൂശിൻ്റെ മൂത്രങ്ങൾ. ഞാൻ നിങ്ങളും ഇതിലേത് കൂട്ടത്തിലാണ് എന്നുള്ളത് ഈ രാത്രിയിൽ ആഴമായി വിചിന്തനം ചെയ്യുവാൻ ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് പ്രാരംഭമായി നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. നാം ഈ വായിച്ച 18-ാം വാക്യത്തിൽ
ലോകത്തിൽ എത്രമാത്രം ആളുകളാണ് ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നത് എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അനേകർ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഭൂരിപക്ഷം ആളുകളും ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിൽ ഒരു ഭൂരിപക്ഷം ആളുകളും അധികം ആളുകളും ഈ ക്രൂശിന് ശത്രുക്കളായിട്ടാണ് നടക്കുന്നത്. ക്രൂശിന് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ പൗലോസ് എടുത്തു പറയുന്ന വാക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കൾ എന്നുള്ളതാണ്. ആ പദം നമ്മൾ മറന്നു കളയാൻ പാടുള്ളതല്ല. അനേക ആളുകൾ അഥവാ ലോകത്തിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തെ പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. 2 വഴികളെക്കുറിച്ച്, 2 വാതിലുകളെക്കുറിച്ച് നമ്മുടെ കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്. ഒന്ന് നാശത്തിലേക്ക് പോകുന്ന വാതിൽ, മറ്റൊന്ന് ജീവങ്കലേക്കുള്ള വാതിൽ. ഒരു വാതിൽ വിശാലമായ വാതിലാണ്, മറ്റൊരു വാതിൽ ഇടുക്കമുള്ള വാതിലാണ്. ഈ 2 വഴികളും 2 വാതിലുകളും 2 വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. നാശത്തിലേക്കുള്ള വാതിൽ അത് വിശാലമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. എന്നാൽ ജീവങ്കലേക്കുള്ള വാതിൽ ഇടുക്കമാണ്, വഴി ഞെരുക്കമാണ്, അതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കമാണ്. എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഓർപ്പിക്കുന്നത് ഈ 2 വഴികളിൽ വിശാലമായ വഴിയിലൂടെയാണ് ആയിരക്കണക്കിന് ആളുകൾ, കോടാനുകോടി ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിശാലമായ വഴിയിലൂടെയുള്ള യാത്രയിൽ യാതൊരു നിബന്ധനകളുമില്ല, യാതൊരു പിടിച്ചുകെട്ടലുകളില്ല, പ്രത്യേക അതിർവരമ്പുകളില്ല. ആർക്കും യഥേഷ്ടം ജീവിക്കാം, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കാം, ലോകത്തിൻ്റെ മായാ കാഴ്ചകൾ അവർക്ക് ആവോളം അനുഭവിക്കാം, ലോകത്തിൻ്റെ അഴുക്കു ചാലുകളിലൂടെ അവർക്ക് യാത്ര ചെയ്യാം. അതാണ് ഈ വിശാലമായ വഴിയിലൂടെ പോകുന്നതിൻ്റെ അങ്ങനെയുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ അനേക ആളുകൾ ആ വഴിയായി യാത്ര ചെയ്യുകയാണ്. എന്നാൽ മറ്റൊരു വാതിൽ ഇടുങ്ങിയ വാതിലാണ്. ആ ഇടുങ്ങിയ വാതിലൂടെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കടക്കുന്നുള്ളൂ. അത് ക്രൂശിൻ്റെ വഴിയാണ്. ആ വഴിയിലൂടെയുള്ള യാത്ര ഒരാൾ ആരംഭിക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം മുതലാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് നിബന്ധനകളുണ്ട്, ഒരുപാട് പെരുമാറ്റ ചട്ടങ്ങളുണ്ട്, ഒരുപാട് ബന്ധിതമായ വ്യവസ്ഥതകളുണ്ട്, ഒരുപാട് അതിർവരമ്പുകളുണ്ട്. അതുകൊണ്ട് പലർക്കും ആ വഴിയെ യാത്ര ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഇടുക്കുവാതിലൂടെ യാത്ര ചെയ്യുന്നത്? മറുവശത്ത് വിശാലമായ വാതിലുണ്ടല്ലോ, അതിലൂടെ അനേക ആളുകൾ പോകുന്നുണ്ടല്ലോ, അതുവഴി പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ആ ചിന്താഗതിയിലൂടെ അനേക ആളുകൾ ആ വഴിയായി യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, ഈ ഇടുങ്ങിയ വാതിൽ അതുവഴിയുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. അത് വളരെ പ്രതിസന്ധികളുടെ വഴിയാണ്. കഷ്ടതയും കണ്ണുനീരും വേദനകളും ഗദ്ഗതങ്ങളും നൊമ്പരങ്ങളും ഒറ്റപ്പെടലുകളും ഉറ്റവരും ഉടയവരും ഒക്കെ കൈവിടുന്ന അനുഭവങ്ങളും ഒക്കെ ആ വഴിത്താരയിലുണ്ടാകാം. പക്ഷേ എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ വഴിയിലൂടെ യാത്ര ചെയ്ത് ആ ഏറ്റവും ഒടുവിൽ ആ വഴി ചെന്നെത്തുന്നത് മനോഹരമായ ഇമ്പങ്ങളുടെ പറുദീസയിലാണ്. അവരെ സ്നേഹിക്കുവാൻ ഒരു നല്ല നാഥനുണ്ട്, അവരെ മാറോടണച്ച് ചുംബിക്കുന്ന ഒരു നല്ല നാഥനുണ്ട്. ആ നാഥൻ്റെ സവിധത്തിലേക്കാണ്, അതേ രമ്യഹർമ്മ്യമായ ആ സ്വർഗ സവിധത്തിലേക്കാണ് ആ ഇടുങ്ങിയ വഴി ചെന്നെത്തുന്നത്. എന്നാൽ മറിച്ച് ഈ വിശാലമായ വഴി, അതിലൂടെ പോകുന്നവർക്ക് ലോകത്തിൻ്റെ മായാ കാഴ്ചകൾ ആവോളം അനുഭവിച്ച് ജീവിക്കാം, പാപത്തെ അവർക്ക് യഥേഷ്ടം മട്ടോളം ഊറ്റിക്കുടിച്ച് ജീവിക്കാം. പക്ഷെ സങ്കടകരമായൊരു കാര്യം, ആ വഴി ചെന്നെത്തുന്നത് ഏറ്റവും ഒടുവിൽ ആ വഴി ചെന്നെത്തുന്നത് നിത്യ നരകത്തിലേക്കാണ്. തീയും ഗന്ധവും കത്തുന്ന അഗ്നി പൊയ്കയിലേക്കാണ് ആ വഴി ചെന്നെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, അനേക ആളുകൾ ക്രൂശിന് ശത്രുക്കളായി നടക്കുകയാണ്. ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ആളുകൾ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അവിടെ ഭൂരിപക്ഷം ആളുകളുണ്ട്, പാരമ്പര്യത്തിൻ്റെ പടുകൂറ്റൻ ആശയങ്ങൾ അവർക്കുണ്ട്, അവർക്ക് പലവിധമായ പ്രൗഢഗംഭീരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, സനാതനമായ പല കാര്യങ്ങളുണ്ട്. പക്ഷേ മറുവശത്ത് അതൊന്നുമില്ല എന്ന് തോന്നിയേക്കാം. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രചാരം നേടാത്ത, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കുലീനരായ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ആരും അറിയപ്പെടാത്തവരായ, ഒരുപക്ഷെ നിന്നിതിരെന്ന് പോലും തോന്നാവുന്ന നിലയിലുള്ള ഒരുപറ്റം ആളുകളാണ് ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്.
പക്ഷേ ആ വഴി ചെന്നെത്തുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ മനോഹരമായ ഇമ്പങ്ങളുടെ പറുദീസയിലാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അനേക ആളുകൾ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുവാണോ അതോ മിത്രമാണോ? വളരെ ആഴമായി ചിന്തിപ്പാൻ ആവശ്യമുണ്ട്. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വിശ്വാസത്തോട് കടന്നു വന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ പറയാനായിട്ടുണ്ടോ? ഞാൻ ഇന്ന വർഷം ഇന്ന മാസം ഇത്രാം തീയതി എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവായി എൻ്റെ കർത്താവായി സ്വീകരിച്ചു എന്ന് വ്യക്തമായിട്ട് പറയുവാൻ കഴിയുമെങ്കിൽ നമ്മൾ ഏറ്റവും ധന്യരാണ്. അനേക ആളുകൾ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ഈ അടുത്ത വാക്യം, ഈ 19-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരാശയം, ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന അനേക ആളുകൾ അവരുടെ ചിന്ത എന്താണ് എന്നുള്ളതാണ്. അവരുടെ ചിന്ത എന്താണ് എന്നുള്ളതാണ്. നാം വായിച്ചു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ ഭൂമി കൊണ്ട് എല്ലാം അവസാനിക്കും എന്നവർ ചിന്തിച്ച് അങ്ങനെ ആ നിലയിൽ വളരെ ഗംഭീരമായി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു മരണം വരുമെന്നോ മരണമറയ്ക്കപ്പുറത്തൊരു ജീവിതമുണ്ടെന്നോ അവർ ചിന്തിക്കുന്നില്ല. ഈ ഭൂമിയിലുള്ളത് അവർ ചിന്തിക്കുന്നു. ഈ ഭൂമി കൊണ്ടെല്ലാം അവസാനിക്കും എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർക്കണം. മരണം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുകയില്ല. ഒരു മരണമുണ്ട് എന്നും മരണമറയ്ക്കപ്പുറത്ത് മനുഷ്യൻ്റെ ജീവിതമുണ്ട് എന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്കൊരു നിത്യതയുണ്ട്. മനുഷ്യൻ കേവലം ഒരു ജൈവരാസ പിണ്ഡമല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ അനന്തമായൊരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ഒന്നുകിൽ നിത്യമായി സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യമായി നരകത്തിൽ. ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്തേക്ക് ചെല്ലേണ്ടതാണ്. നമുക്കറിയാം, റേഡിയം കണ്ടുപിടിച്ച മേരി ക്യൂറി, പിയറി ക്യൂറി ദമ്പതികൾ. പിയറി ക്യൂറി പാരീസിലൊരിക്കൽ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് തൻ്റെ ഭാര്യ മേരി ക്യൂറി തൻ്റെ വീട്ടിൽ വന്ന് ഡയറി എടുത്ത് കണ്ണുനീരിൽ മുക്കി ഇങ്ങനെ എഴുതി: എൻ്റെ ഭർത്താവ് പിയറി ക്യൂറി ലോകത്തോട് യാത്ര പറഞ്ഞു. അവർ അദ്ദേഹത്തെ സംസ്കരിച്ചു. അദ്ദേഹത്തിന് കുഴിമാടത്തിന് മുകളിൽ പുഷ്പചക്രവും അർപ്പിച്ചു. അവൾ എഴുതി ചേർത്തു: ഇവിടെ അവസാനിക്കുന്നു, എല്ലാം അവസാനിക്കുന്നു. ഇനി പ്രതീക്ഷയുടെ ഒരു തിരിവട്ടം പോലും എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നില്ല. നോക്കണം, അവർ മരണം കൊണ്ട് അതോടുകൂടി ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ നീങ്ങുകയാണ്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഒരു മരണമുണ്ട്, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ഈ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ആളുകൾ ഈ ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു എന്നാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു ഉദാഹരണം ശ്രദ്ധേയമാണ്. ധനവാനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കളപ്പുരകളെല്ലാം ധാന്യം കൊണ്ട് നിറഞ്ഞു. വളരെ ധാന്യം നിറച്ചു വെച്ച ആ സ്ഥലത്തേക്ക് അദ്ദേഹം നോക്കിയിട്ട് തന്നോട് തന്നെ പറയുകയാണ്: തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ നാളത്തേക്കുള്ള വസ്തുവകകൾ ഞാൻ സ്വരൂപിച്ച് വെച്ചുവല്ലോ. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യനെ മുഖത്ത് നോക്കി വിളിച്ചത് മൂഢ എന്നാണ്. ഓ ഫൂൾ, വിഡ്ഢി എന്നാണ് വിളിച്ചത്. ഇന്നു രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് ആ മനുഷ്യൻ്റെ കർണപുടങ്ങളിൽ വളരെ പെട്ടെന്ന് അലയടിച്ചത്. ഇന്നു രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ. എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ഒരു മരണമുണ്ട്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും അതെല്ലാം ഇട്ടേച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ലോകത്തിലുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കരുത്. അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ കാര്യം നമ്മൾ ചിന്തിക്കണം. അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു നോഹയുടെ കാലത്തിലെ ന്യായവിധി. 40 രാവും 40 പകലും ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് ഭൂമിയിൽ മഴ പെയ്ച്ച് മൂക്കിൽ ജീവശ്വാസമുള്ള മുഴുവനെയും കൊന്നുകളഞ്ഞ ഒരു ചരിത്ര സംഭവമാണ് നാം കാണുന്നത്. എന്തായിരുന്നു കാര്യം? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന് 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ വിവാഹത്തിന് കൊടുത്തു, വിവാഹം കഴിച്ചു, വിറ്റു, നട്ടു, തിന്നു, കുടിച്ചു. അതായിരുന്നു അവർ ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ ഇതിലേതാ കഠിനമായ പാപം എന്ന് പറയുന്നത്? ദൈവം ജനതയെ കൊന്നുകളയത്തക്കവണ്ണം ഇത്ര മഹാപാപം എന്ന് പറയാൻ ഇതിലേതാണുള്ളത്? നടുക, അത് പാപമാണോ? നട്ടത് പറിച്ച് തിന്നുക, അത് പാപമാണോ? വെള്ളം കുടിക്കുക, അത് പാപമാണോ? ആൺമക്കൾ കല്യാണം കഴിക്കുന്നതും പെൺമക്കളെ കല്യാണം കഴിപ്പിക്കുന്നതും പാപമാണോ? അല്ല, ഇതൊന്നും അതിൽ തന്നെ പാപമല്ല.
പക്ഷെ എന്താണ് ദൈവം അതിൽ പാപമായി കണ്ടത്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവർക്കിതിനു മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അഖിലാണ്ടകാരകനായ സൃഷ്ടാവായ തേജോമയനായ ദൈവത്തെ സ്നേഹിക്കാനോ ദൈവത്തെ ആരാധിക്കാനോ ദൈവസന്നിധിയിൽ ഇരിക്കാനോ ഇവർക്ക് നേരമില്ലായിരുന്നു. അതായിരുന്നു പ്രശ്നമെന്ന് പറയുന്നത്. ഇന്ന് രാത്രി എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ളത് മാത്രം ചിന്തിക്കുന്ന ആളുകൾ ഒരു മരണമുണ്ടെന്നും മരണത്തിനപ്പുറത്തുള്ള ജീവിതമുണ്ടെന്നും നാം ചിന്തിച്ചേ പറ്റുകയുള്ളൂ. നമുക്കൊരു നിത്യതയുണ്ട്, ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ആളുകൾ അവരുടെ ചിന്ത അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു എന്നാണ്. ഈ 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതിൽ നിന്ന് മറ്റൊരാശയം കൂടി ഞാൻ ഓർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അവർ അഭിമാനം കൊള്ളുന്നത് ഏതിലാണ് എന്നുള്ളതാണ്. അവരുടെ അഭിമാനം ഏതിലാണ് എന്നുള്ളതാണ്. എന്താ നമ്മൾ വായിച്ചത്? ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്നാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യന് അറപ്പ് തോന്നുന്ന കാര്യങ്ങൾ അതിലവർക്ക് മാനം തോന്നുകയാണ്. ലജ്ജയായ കാര്യങ്ങൾ, മനുഷ്യന് നാണം കെടുത്തുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ അവർക്ക് അഭിമാനം തോന്നുകയാണ്. നമുക്കറിയാം ചിലരുടെ വസ്ത്രധാരണങ്ങളൊക്കെ നഗ്നത മറയ്ക്കാനായിട്ട് വസ്ത്രധാരണം, അതാണല്ലോ അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. പക്ഷേ നഗ്നത പ്രദർശിപ്പിച്ച് ലജ്ജയായതിൽ മാനം തോന്നുകയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ മുടി വെട്ടിയിരുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഇന്നത്തെ ചില പിള്ളേരൊക്കെ മുടി വെട്ടുന്നത് ഈ ലോറിയിൽ ഇങ്ങനെ കച്ചി കൊണ്ടുപോകുന്നത് പോലെ ലജ്ജയായതിൽ മാനം തോന്നുകയാണ്. അങ്ങനെ എത്ര കാര്യങ്ങൾ. പകലന്തിയോളം പണിയെടുക്കുന്ന പണം, ആ പണം വൈകുന്നേരം കൊണ്ട് കൊടുക്കുന്ന മദ്യഷാപ്പിലാണ്. കുടിച്ചിട്ട് റോഡിൽ കിടക്കുകയാണ്. എന്തൊരു അഭിമാനത്തോടെയാണ് ആ വ്യക്തി ആളുകളോട് ഇടപെടുന്നത്. എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ആളുകൾ അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു എന്നുള്ളതാണ്. ക്രൂശിൻ്റെ സ്നേഹിതനായ ആളുകൾ പോലും അതിനെ അനുകരിച്ച് ലജ്ജയായതിൽ മാനം കണ്ടെത്താൻ ഈ നാളുകളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമം വിട്ടുകളയണം എന്നൊരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ലജ്ജയായതിൽ മാനം തോന്നുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, ക്രൂശിന് ശത്രുക്കൾ അവർ അഭിമാനം കൊള്ളുന്നത് ഇതിലാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം ഈ ലോകത്തിൽ ആത്മീയമായ കാര്യത്തിന് എത്രമാത്രം സ്ഥാനമാണുള്ളത്. വളരെ കുറച്ച് സ്ഥാനം മാത്രമേ ആളുകൾ കൊടുക്കുകയുള്ളൂ. ഇവിടെ ദൈവത്തെ വിളിക്കുന്നതിനോ ദൈവത്തെ അന്വേഷിക്കുന്നതിനോ പാപങ്ങൾക്ക് പരിഹാരം നേടുന്നതിനോ ആളുകൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം ഇവിടെ നാടകത്തിന് സ്ഥാനമുണ്ട്, സിനിമയ്ക്ക് സ്ഥാനമുണ്ട്, ക്യാബറെ ഡിസ്കോ ഡാൻസുകൾക്ക് സ്ഥാനമുണ്ട്, ഇവിടെ മ്ലേച്ഛതകൾക്ക് സ്ഥാനമുണ്ട്. എന്താണ് കാരണം? മനുഷ്യൻ്റെ ഹൃദയം ആ നിലയിൽ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുകയാണ്. ഈ 19-ാം വാക്യത്തിൽ തന്നെയുള്ള മറ്റൊരാശയം കൂടി ഉറപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ അന്ത്യം എന്താണ് എന്ന് നാം അവിടെ വായിച്ചു. എന്താണ്? അവരുടെ അവസാനം നാശം എന്നാണ് വായിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുത വളരെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അവർക്കൊരവസാനമുണ്ട്. ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ആളുകൾ അവരെന്നും ഈ ലോകത്തിൽ സൗരവികാരം മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. അവർക്കൊരവസാനമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. എന്താണ് അവസാനമെന്ന് പറയുന്നത്? അത് നാശം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, അവർക്കൊരവസാനമുണ്ടെന്ന് പറഞ്ഞാൽ ആ നാശം എന്ന് പറഞ്ഞാൽ എരിയുന്ന നിത്യ നരകമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കെ തള്ളിയിടും, അത് 2ാമത്തെ മരണം. ആ നിത്യ നരകത്തെക്കുറിച്ചാണ് ഇവിടെ നാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ആളുകൾക്ക് ഒരു വലിയ നാശമുണ്ട്. ആ നാശം എരിയുന്ന നിത്യകാല ദുരിത കേന്ദ്രമായ നരകമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരു ക്രിസ്തു വിശ്വാസി മരിക്കുമ്പോൾ ഇപ്പോൾ അവൻ പോകുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, അഥവാ വിശ്രമ സ്ഥലത്തേക്കാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരാൾ പോകുമ്പോൾ ആ വ്യക്തി പോകുന്നത് യാതനാസ്ഥലത്തേക്കാണ്. യാതനാസ്ഥലം എന്ന് പറഞ്ഞാൽ അത് വളരെ ഭയാനകമായ ഒരു സ്ഥലം തന്നെയാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ദൃഷ്ടാന്തം നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ധനവാനായ മനുഷ്യൻ, അദ്ദേഹം പട്ടും ധൂമ്പര വസ്ത്രവും ധരിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ താൻ യാതനാസ്ഥലത്തേക്കാണ് പോയത്.
യാതനാസ്ഥലം എന്ന് പറയുന്നത് വളരെ ഭയാനകത നിറഞ്ഞ ഒരു സ്ഥലമാണ്. യാതനാസ്ഥലത്തെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയും. ഞാൻ നമ്മുടെ അറിവിലേക്കായി 1-2-3 ആശയങ്ങൾ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. യാതനാസ്ഥലം രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി പോകുന്ന ഒരു സ്ഥലമാണ്. ഒരാൾ അവിടെ ചെന്ന് പെട്ടാൽ അത് വളരെ വില കൊടുക്കേണ്ടി വരും, വളരെ ദണ്ഡനം ആ വ്യക്തി അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. യാതനാസ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ചെന്ന് പെട്ടാൽ പിന്നെ സ്ഥലം മാറാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അവിടെ ഒരാൾ ചെന്ന് പെട്ടാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ചെന്ന് പെട്ടാൽ പെട്ടത് തന്നെയാണ്. അവിടുന്ന് ഒരു നിലയിലും ഒരു മാറ്റം അവനുണ്ടാവുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടാതെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞാൽ ആ വ്യക്തി ചെന്ന് പെടുന്നത് നിത്യമായ യാതനാസ്ഥലത്താണ്. അവിടെ അവൻ ചെന്ന് പെട്ടാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു പ്രകാരത്തിലും കഴിയുകയില്ല. നിത്യമായി അവൻ അവിടെ കിടക്കേണ്ടി വരും. അതാണ് തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. യാതനാസ്ഥലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ദാഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യാതനാസ്ഥലം എന്ന് പറയുന്നത് കഠിന ദാഹത്തിൻ്റെ സ്ഥലമാണ്. ഈ ധനവാൻ അവിടെ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു പറയുന്നത് നാം കേൾക്കുന്നുണ്ട്. അബ്രഹാം പിതാവേ, ലാസറിനെ ഇങ്ങോട്ട് നയിക്കണമേ, അവൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ. നോക്കണം, അവൻ ഒരു ഗ്ലാസ് വെള്ളമൊന്നും വേണ്ട, ചായയോ ജ്യൂസോ ഒന്നും അവന് വേണ്ട, ഒരൊറ്റ തുള്ളി വെള്ളം മതി, എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. നോക്കണം, അവൻ്റെ ദീനരോധനം, കഠിന ദാഹത്തിൻ്റെ സ്ഥലമാണ് യാതനാസ്ഥലം എന്ന് പറയുന്നത്. മാത്രമല്ല, യാതനാസ്ഥലത്ത് വേദനയുണ്ടോ? ധനവാന്റെ ഈ പ്രാർത്ഥന കേട്ടാൽ മതി, യാതനാസ്ഥലത്ത് വേദനയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് ഉറക്കം നിലവിളിച്ചു പറയുന്ന വാക്കുകൾ ഏത് മനുഷ്യനെയും കരളലിയിപ്പിക്കുന്നതാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു, ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. നോക്കണം, അതെത്ര വേദനയുള്ള സ്ഥലമാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി രക്ഷിക്കപ്പെടാതെ അർത്ഥാൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുവായി ജീവിച്ച് അവൻ ലോകത്ത് മാറ്റപ്പെട്ടാൽ അവൻ പോകുന്നത് യാതനാസ്ഥലത്തേക്കാണ്. ആ യാതനാസ്ഥലം എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമായ, വളരെ വളരെ സങ്കടകരമായ ഒരു സ്ഥലമാണ്. നാം ഇവിടെ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ആളുകൾ അവർക്കൊരു നാശമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്നും ഈ വഴിത്താരയായി മാത്രം യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അവർക്കൊരവസാനമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ വഴിത്താരയ്ക്ക് ഒരൊടുവിലത്തെ പോയിൻ്റുണ്ട്. ആ പോയിന്റിൽ അവർ ചെന്നേ പതിയാകെയുള്ളൂ. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവരുടെ അവസാനം നാശം എന്നാണ് നാം കാണുന്നത്. നാം കണ്ടു, അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ആ വസ്തുത ധന്യനായ പൗലോസ് അപ്പോസ്തലൻ കരഞ്ഞും കൊണ്ട് പറയുകയാണ്, വളരെ സങ്കടത്തോട് പറയുകയാണ്. നമുക്കറിയാം, ഈ സുവിശേഷ യോഗം നമ്മളിവിടെ നടത്തിയതിൻ്റെ ഉദ്ദേശം ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറുക എന്നുള്ളതാണ്. അനേക ആളുകൾ ക്രൂശിന് ശത്രുക്കളായി നടക്കുകയാണ്. ഈ പന്തലിനുള്ളിൽ വരുന്ന ആളുകൾ, ഇതിൻ്റെ പരിസരങ്ങളിലുള്ള ആളുകൾ, ഈ മീഡിയയിലൂടെ ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന ആളുകൾ, അവരൊക്കെ ക്രൂശിന് മിത്രങ്ങളായി തീരണം. ആ അദമ്യമായ ആഗ്രഹത്തോടെയാണ് നാം ഈ യോഗങ്ങൾ നടത്തുന്നത്. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ദൈവജനമേ, നമ്മുടെ അധ്വാനം വെറുതെയല്ല. അനേകർ ക്രൂശിന് ശത്രുക്കളായി നടക്കുമ്പോൾ അവരെ ആ നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് നാം നടത്തുന്നത്. അതാണ് സുവിശേഷ യോഗങ്ങളിലൂടെ നാം മറ്റുള്ളവരെ അറിയിക്കുന്നത്. അനേകർ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് നാം വായിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ആളുകൾ എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാം ഈ ക്രൂശിന് ശത്രുക്കളായിട്ടല്ല, മറിച്ച് ഈ ക്രൂശിൻ്റെ മിത്രങ്ങളായി നാം നടക്കേണ്ടതായിട്ടുണ്ട്. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്കറിയാം. ധന്യനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അദ്ദേഹം പറയുന്നു, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്.
അദ്ദേഹം യവന സംസ്കാരത്തിൻ്റെ ഊടും പാവും മനസ്സിലാക്കിയ മഹാനായ മനുഷ്യനായിരുന്നു. പ്രശംസിപ്പാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നു, എനിക്ക് അതിലൊന്നും പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രശംസിപ്പാൻ ഇടയുള്ളത് ഒറ്റ കാര്യത്തിൽ മാത്രമേ ആകാവൂ. ഏത് കാര്യത്തിലാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രം. ആ ക്രൂശിൽ മാത്രം പ്രശംസിക്കണം. എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ക്രൂശിൻ്റെ ശത്രുക്കളല്ല നാം ഓരോരുത്തരും ആകേണ്ടത്, മറിച്ച് ഈ ക്രൂശിൻ്റെ സ്നേഹിതരായി തീരണം, ഈ ക്രൂശിൽ പ്രശംസിക്കുന്നവരായി തീരണം, ഈ ക്രൂശിൻ്റെ ധീരയോദ്ധാക്കളായി നാം തീരണം. ഈ ക്രൂശിനെ നിന്ന് വഹിച്ചുകൊണ്ട് നാം ഈ രണാങ്കണത്തിലേക്ക് ഇറങ്ങണം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഈ ക്രൂശിൻ്റെ സ്നേഹിതരായി തീരണം. എന്തുകൊണ്ട് നാം ക്രൂശിൻ്റെ സ്നേഹിതനായി തീരണം? സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് 1, 2, 3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിക്കാൻ ഞാൻ തുടർന്നുള്ള സമയങ്ങൾ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം നമുക്ക് ആ ആശയത്തിൽ ഒന്നാമതായി നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. എന്തുകൊണ്ട് നാം ക്രൂശിൻ്റെ സ്നേഹിതരായി തീരണം എന്നുള്ളതിൻ്റെ ഒരാശയം ഞാൻ അവിടെ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്കറിയാം, ഇതിൻ്റെ മുമ്പിലൊരു ബാനർ ഉണ്ട്. അതിന് ഏറ്റവും മുകളിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യവും ഇത് തന്നെയാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ ക്രൂശിൽ പ്രശംസിക്കണം എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ആശയം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്രൂശ് മുഖാന്തരം ഒരു പ്രസംഗമുണ്ടായി എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ക്രൂശ് മുഖാന്തരം ഒരു പ്രസംഗമുണ്ടായി എന്നുള്ളതാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസംഗങ്ങൾ ഇത്രയധികമുള്ള നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം പ്രാധാന്യമുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയങ്ങളായതുകൊണ്ട് പ്രസംഗങ്ങൾ നമ്മുടെ കർണപുടങ്ങളിൽ അലയടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസംഗങ്ങൾ, ഒട്ടേറെ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ നടുവിൽ നാം ഒരു പ്രസംഗം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രസംഗം കേവലം അതുപോലെയുള്ളൊരു പ്രസംഗമല്ല. ഇത് നേരെ മറിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രസംഗമാണ്. ഇത് ക്രൂശിൻ്റെ സന്ദേശമാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ് വായിക്കുന്നത്. ഇതുപോലെ അനുഗ്രഹീതമായ മറ്റൊരു പ്രസംഗവും ലോക ചരിത്രത്തിലില്ല തന്നെ. നമുക്കറിയാം, ശാന്തിയില്ലാത്ത ജീവിതങ്ങൾക്ക് ശാന്തി നൽകുന്ന, സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനം നൽകുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് ഈ ക്രൂശിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്. മദ്യപാനം, മയക്കുമരുന്ന്, ജീവിത ചാബല്യങ്ങൾ എന്നിവ കൊണ്ട് ആകെ തകർന്ന് തരിപ്പണമായ എത്രയെത്ര ജീവിതങ്ങൾ, ആ ജീവിതങ്ങളെയൊക്കെ കരം പിടിച്ചുയർത്തി അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച് അനുഗ്രഹത്തിൻ്റെ അത്യുന്ന സോപാനത്തിലേക്ക് നയിക്കുന്ന ശുഭ സന്ദേശമാണ് ക്രൂശിൻ്റെ പ്രസംഗമെന്ന് പറയുന്നത്. എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയൊരു പ്രസംഗം ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ഏറ്റവും നിരാശയുടെ അനുഭവത്തിലൂടെ പോയവർ, ഒരു മുഴം കയറിൽ ഒരു തുടം വിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ തയ്യാറായ ആളുകൾ, അങ്ങനെയുള്ള എത്രയെത്ര ആളുകളെ ഈ ക്രൂശിൻ്റെ സന്ദേശം രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള എത്രയെത്ര ആളുകളെ ഈ ക്രൂശിൻ്റെ സന്ദേശം അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു വേറിട്ട പ്രസംഗമാണ്. ഇത് ഒരു നിസ്തുല്യമായ പ്രസംഗമാണ്. ഇത് മറ്റൊരു പ്രസംഗത്തോടും താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത അനുഗ്രഹീതമായ പ്രസംഗമാണ്. നമ്മൾ സുവിശേഷ യോഗമൊക്കെ നടത്തുമ്പോൾ പലയിടത്തും നോട്ടീസ് അടിക്കുന്നതും ബാനർ കെട്ടുന്നതുമൊക്കെ സുവിശേഷ മഹായോഗം എന്ന് പറഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മഹായോഗമെന്ന് പറഞ്ഞാൽ ഒരു 10,000 ആളെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാ ഒരു മഹായോഗമായി തീരുന്നത്?
നമുക്കറിയാം 100 പേരെ വന്നുള്ളെങ്കിലും 150 പേരെ വന്നുള്ളെങ്കിലും നമ്മൾ സുവിശേഷ മഹായോഗം എന്നാണ് വെക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? എത്ര ആളുകൾ കൂടുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ പ്രസംഗിക്കുന്ന വിഷയം എന്താണോ ആ വിഷയത്തിൻ്റെ ഗൗരവമാണ് ഇത് സുവിശേഷ മഹായോഗമായി തീരുന്നത്. ഇതുപോലെയൊരു പ്രസംഗം ലോക ചരിത്രത്തിൽ വേറെയില്ല. ദൈവദാസന്മാരായി ഞങ്ങൾക്കൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കാൻ എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? എത്ര വയ്യെങ്കിലും കൊതിയും മതിയും തീരുകയില്ല. എന്തോ ഒരു സന്തോഷമാണ്. ചില ദിവസങ്ങളിലൊക്കെ പ്രസംഗം കഴിഞ്ഞ് സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഇത്ര ശ്രേഷ്ഠമായ പ്രസംഗം പ്രസംഗിക്കുവാൻ ഈ ബലഹീനനായ എന്നെ നീ യോഗ്യനാക്കിയല്ലോ. എന്തോ ഒരു ഭാഗ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയൊരു പ്രസംഗം ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇത് വേറിട്ട ഒരു പ്രസംഗമാണ്. പക്ഷേ സങ്കടകരമായൊരു കാര്യമുണ്ട്. ഈ പ്രസംഗം, ഇതിൻ്റെ ഗൗരവം എല്ലാവർക്കും അറിയുകയില്ല, ഇതിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയുകയില്ല. അതുകൊണ്ട് ഇത് പല ആളുകൾക്കും അത്ര കണ്ട് ഇഷ്ടവുമല്ല. ഇത് വാസ്തവത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇത് കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. നാം ഈ വായിച്ച 23-ാം വാക്യത്തിന് തൊട്ടു മുമ്പ് ധന്യനായ പൗലോസ് പറയുന്ന കാര്യമുണ്ട്. നമുക്കറിയാം, ലോക സാമ്രാജ്യങ്ങളിൽ അത്യുന്ന സാമ്രാജ്യമാണല്ലോ ആയിരുന്നല്ലോ റോമൻ സാമ്രാജ്യം. അതിൻ്റെ തലസ്ഥാന നഗരിയായ റോമൻ പട്ടണത്തിലെ പ്രബുദ്ധരായ ആളുകളോട് പൗലോസ് പറയുന്നു, ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ പറയുന്നത്, അല്ലയോ പൗലോസേ, നീ അടയാളം പ്രസംഗിക്കുക, അത്ഭുതങ്ങൾ പ്രസംഗിക്കുക, ഇവിടെ വീര്യപ്രവർത്തികൾ നടക്കട്ടെ, ആ നിലയിൽ നീ പ്രസംഗിക്കുക. നീ വളരെ കൃപാവരപ്രാപ്തനായ ഒരു വ്യക്തിയാണല്ലോ. അതുകൊണ്ട് ക്രൂശിൻ്റെ പ്രസംഗം മാത്രം പ്രസംഗിക്കാതെ അടയാളങ്ങൾ പ്രസംഗിക്കുക. മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നു, പൗലോസേ, ഞങ്ങൾക്ക് ആവശ്യം അടയാളങ്ങളല്ല, ഞങ്ങൾക്ക് ആവശ്യം ജ്ഞാനമാണ്. അതാണ് യവനന്മാർ പറയുന്നത്. നിനക്ക് ജ്ഞാനം പ്രസംഗിക്കാൻ അറിയാമല്ലോ, നിനക്ക് ബൗദ്ധികമായി ഒരുപാട് അറിവുള്ളയാളാണല്ലോ, നീ ജ്ഞാനം കിട്ടത്തക്കവണ്ണം പ്രസംഗിക്കുക. പൗലോസ് പറയുന്നു, ഇല്ല, അടയാളം എനിക്ക് പ്രസംഗിക്കാനില്ല, ജ്ഞാനം എനിക്ക് പ്രസംഗിക്കാനില്ല. എനിക്ക് പ്രസംഗിക്കാനുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഈ ക്രൂശിൻ്റെ പ്രസംഗത്തിലൂടെയാണുള്ളത്. മനുഷ്യവർഗത്തിന് രക്ഷയുടെ ഉറവ് തുറക്കപ്പെട്ട ആ സ്ഥലം ഈ ക്രൂശാണ്. അതുകൊണ്ട് ഈ ക്രൂശ് കൂടാതെ മനുഷ്യവർഗത്തിന് രക്ഷയില്ല. ഈ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വരാതെ ഒരു പാപിക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പന്തലിനുള്ളിലും പരിസരങ്ങളിലുമായിട്ടുള്ള ഞങ്ങളെ കേൾക്കുന്ന പ്രബുദ്ധനായ പ്രിയപ്പെട്ടവരെ, ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക്, ഈ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക്, അതെ, ഈ രക്താഭിഷിക്തമായ മരക്കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരം ഈ കുരിശിൻ്റെ ചുവട്ടിലാണുള്ളത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ക്രൂശിൽ നമ്മൾ പ്രശംസിക്കണം. അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്. ഈ ക്രൂശ് മുഖാന്തരം ഒരു പ്രസംഗമുണ്ടായി എന്നുള്ളതാണ്. ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ ദൈവദാസന്മാരായ ഞങ്ങളൊക്കെ ഈ പ്രസംഗമുള്ളത് കൊണ്ടാണല്ലോ നെടുകയും കുറുകയും ചെന്ന് ഈ സന്ദേശം അറിയിക്കുന്നത്. ഈ പുസ്തകം കൊണ്ട് ഇന്ന് പകരം ഞാൻ ഓർത്തു, എത്രയെത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എൻ്റെ കർത്താവേ. ഈ പ്രസംഗവും കൊണ്ട് എത്രയെത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇതെത്രയെത്ര ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തിയിട്ടുണ്ട്. പാപത്തിൻ്റെ അഴുക്കുചാലുകളിൽ നീന്തി തുടിച്ച, ദിശാബോധമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ടു നീങ്ങിയ എത്രയെത്ര ആളുകൾക്ക് ഈ ക്രൂശിൻ്റെ പ്രസംഗം ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിൻ്റെ പ്രസംഗം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. നമ്മുടെ ജീവിതത്തെ തച്ചുടച്ച് പൊടിച്ച് ഒരു അനുരഞ്ജനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരണം. അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ ക്രൂശിൽ നമ്മൾ പ്രശംസിക്കണം. രണ്ടാമതൊരു കാര്യം ഞാൻ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഈ ക്രൂശിൽ നമ്മൾ എന്തുകൊണ്ട് പ്രശംസിക്കണം? 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ
നാം സ്നേഹമെന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. ദൈവം മനുഷ്യവർഗത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. പ്രിയപ്പെട്ടവരെ, അഖിലാണ്ടകാരകനായ ദൈവത്തിന്, തേജോമയനായ ദൈവത്തിന് തൻ്റെ സൃഷ്ടികളിൽ മകുടമായ മനുഷ്യനോട് എത്രമാത്രം സ്നേഹമുണ്ട്. ആ സ്നേഹം മുഴുവനും വെളിപ്പെടുത്തിയ സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുത്തതിനാൽ, കാൽവറിയിലെ ക്രൂശിൽ അവൻ മനുഷ്യവർഗത്തിന് വേണ്ടി തന്നെ ജീവനെ വെച്ചു കൊടുത്തത് കൊണ്ട് നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് സ്നേഹങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും എന്തോ ഒരു സ്നേഹമാണ്. അഴുക്കുചാലുകളെ കിടക്കുന്ന, ചൊറി പിടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളെ എടുക്കുന്നു, അവരെ മാറോടണയ്ക്കുന്നു. എന്തെല്ലാം സ്നേഹം! എന്നാൽ ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, വാസ്തവമായി പറയട്ടെ, ഒരു യഥാർത്ഥ സ്നേഹം മനുഷ്യവർഗം കണ്ട ഒരു സ്ഥലമുണ്ട്. യാതൊരു കളങ്കവുമില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്തൊരു സ്നേഹം അഖില ലോക മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന് സ്നേഹം വെളിപ്പെടുത്തിയ സ്ഥലമാണ് ആ ക്രൂശ് എന്ന് പറയുന്നത്. നാം വായിക്കുന്നു, ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ തുനിയുമായിരിക്കും. നിശ്ചയമില്ല, ഒരു പക്ഷേ അങ്ങനെ ലോകത്തിലെവിടെയെങ്കിലും സംഭവിച്ചു എന്ന് വന്നേക്കാം. പക്ഷെ നീതികെട്ടവർക്ക് വേണ്ടി ആരാണ് മരിക്കുക? അങ്ങനെ ലോകത്തിലെങ്ങുമില്ല. പക്ഷേ അത് സംഭവിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ഗോൽഗോത്ത മലയിൽ ഉയർത്തപ്പെട്ട ആ പച്ചമര കുരിശ് എന്ന് പറയുന്നത്. അവിടെയാണ് മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന് സ്നേഹം വെളിപ്പെടുത്തിയത്. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നാം വായിക്കുന്നത്, നാം ശത്രുക്കളായിരുന്നു, അധർമ്മികളായിരുന്നു, മത്സരികളായിരുന്നു, ദൈവത്തോട് വിരോധികളായിരുന്നു. മാത്രമല്ല, നാം ചന്തയിൽ മെനക്കെട്ട് നിന്നവരായിരുന്നു, വഴിത്തലയ്ക്ക് നിന്നവരായിരുന്നു, ആരും കൂലിക്ക് വിളിക്കാനില്ലാത്തവരായിരുന്നു, ഒരു ഗതിയുമില്ലാത്തവരായി നാം നിന്നവരായിരുന്നു. എന്നാൽ നമ്മെ തേടി വന്ന ഒരു ദൈവസ്നേഹമുണ്ട്, നമ്മോട് പ്രദർശിപ്പിച്ച ഒരു ദൈവസ്നേഹമുണ്ട്. അതാണ് നമുക്ക് ഈ ക്രൂശിൽ കാണുവാൻ കഴിയുന്നത്. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന് സ്നേഹം മുഴുവനും വെളിപ്പെടുത്തിയ രംഗവേദിയായിരുന്നു കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. ദൈവത്തിന് ദാസന്മാരായ ഗാനരചയിതാക്കളൊക്കെ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് അവരുടെ പാട്ടുകളിലൂടെ എത്രമാത്രം വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പി വി തൊമ്മി ഉപദേശി എന്തതിശയമേ, അങ്ങനെയുള്ള ഗാനങ്ങൾ എഴുതിയ ആ ദൈവദാസൻ ആ എന്തതിശയമേ എന്നുള്ള പാട്ടിൽ അദ്ദേഹം പാടുന്നത്, 1000 നാവുകളാൽ അത് വർണ്ണിപ്പാൻ എളുത്, 10,000 ചൊല്ലിടാൻ സാധ്യമല്ലഹോ. അദ്ദേഹം പറയുന്നത്, 1000 നാവുകൾ ഒരുമിച്ചു നിന്ന് പാടിയാലും പാടി തീർക്കാൻ പറ്റാത്ത ഒന്നാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. അത് വർണ്ണിച്ചു തീർക്കാൻ പറ്റുകയില്ല. ഒടുവിൽ അദ്ദേഹം പറയുന്നത്, എനിക്കാവതില്ല ഹോ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമഹോ. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊഴിയിട്ടിറങ്ങുവാൻ ആരൊക്കെ ശ്രമിച്ചാലും അവൻ ഒടുവിൽ എനിക്കാവതില്ല ഹോ എന്ന് പറഞ്ഞ് അടിയറ വെക്കേണ്ടതായിട്ട് വരും. ആർക്കും ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ചെന്നെത്താനായിട്ട് കഴിയുകയില്ല. നിശ്ചയമായ കാര്യമാണ്. നമുക്കറിയാം, കെ വി ചേറു എന്ന ദൈവദാസൻ ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ, അതിൽ അദ്ദേഹം പാടുന്നുണ്ട്, നീച നരനാം ഈ ഏഴയെ സ്നേഹിച്ച് ഈ നീചലോകത്തിൽ വന്നു, നീച മരണം വരിപ്പതിനായി നീ നീചന്മാർ കേൾപ്പിച്ചല്ലോ. എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു സ്നേഹം! ഈ നീചന്മാരായ ആളുകൾക്ക് വേണ്ടി നീ നിന്റെ ജീവനെ നൽകാൻ തുനിഞ്ഞത് എന്തോ ഒരു വലിയ സ്നേഹമാണ്, എന്തോ ഒരു വലിയ സ്നേഹമാണ്. TKS പാടിയിട്ടുണ്ട്, ദൈവസ്നേഹമേ ദൈവസ്നേഹമേ എന്നാരംഭിക്കുന്ന പാട്ട്. അതിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അഴുകി നാറും ശവസമാനരായ പാപികൾ അവർക്ക് അഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിയത് ഈ ദൈവസ്നേഹമാണ്. ഈ സ്നേഹം എത്ര ഉന്നതമാണ്! ഈ സ്നേഹത്തിലേക്കാണ് ദൈവജനം കടന്നു വന്നത്. രക്ഷിക്കപ്പെടുമ്പോൾ ഈ സ്നേഹത്തിലേക്കാണ് ഒരുവൻ കടന്നു വരുന്നത്. ഈ സ്നേഹം എത്രമാത്രം ഉന്നതമാണ്! ചെറിയാൻ സാറ് പാടിയിട്ടുണ്ടല്ലോ, ശ്രീയേശുനാഥന് സ്നേഹം
ഞാൻ ഞങ്ങളുടെ സഭയിലായിരിക്കുമ്പോൾ അത് പല ആഴ്ചകളിലും അതിൻ്റെ ഒരു സ്റ്റാൻസ പാടാറുണ്ട്. അതിൻ്റെ ഒടുവിൽ എങ്ങനെയാണ് അദ്ദേഹം പാടുന്നത്? ഒടുവിൽ ഒരിക്കൽ നിന്നരികിലണയും ഞാൻ, അവിടെയും പാടും നിന്നെ അതിശയ സ്നേഹത്തെ. ആ ഭക്തൻ പറയുകയാണ്, എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചു, ഒരുപാട് പാടി, ഒരുപാട് പറഞ്ഞു. എന്നാൽ ഒരിക്കൽ ഞാൻ അങ്ങയുടെ അടുക്കൽ വരും, അവിടെയും എനിക്ക് പാടുവാനുള്ളത് അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം എത്ര വാച്യമാണ്, ഈ സ്നേഹം എത്ര ഉന്നതമാണ്. ഈ സ്നേഹം വെളിപ്പെടുത്തിയ നിർണായകമായ രംഗവേദിയാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തെ ഇത്രമാത്രം സ്നേഹിച്ച വേറെ ആരും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മനുഷ്യവർഗത്തെ ഇത്രമാത്രം സ്നേഹിച്ച മറ്റൊരു മകൾ പുരുഷൻ ഉണ്ടായിട്ടില്ല. എന്തിനു വേണ്ടി സ്നേഹിച്ചു? പാപിയായ നിന്നെ രക്ഷിപ്പാൻ, നിന്റെ പാപങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാൻ, നിനക്ക് മറക്കപ്പുറത്ത് ഒരു നിത്യസ്വർഗം തരുവാൻ ഈ യേശു നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് ഈ ദൈവസ്നേഹത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റിയിട്ട് നീ മുന്നോട്ട് നീങ്ങാമെന്ന് ശ്രമിക്കരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ക്രൂശിങ്കലേക്ക് വരണം. ഈ ദൈവ